ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊപ്പം ഹെല്ലോ മലയാളത്തിലേക്ക് എത്തിച്ചേരുന്നത് മറ്റാരുമല്ല പാലക്കാടിന്റെ സ്വന്തം MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നമസ്കാരം, സ്വാഗതം. ഗുഡ് മോർണിംഗ് ഹെല്ലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇപ്പോൾ രാവിലെ 9:30 മണിയൊക്കെ ആവുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഇല്ലില്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല. രാവിലെ ഓഫീസിലാണ്. അപ്പം ഇത് കഴിച്ചിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാൻ. ഓക്കെ, അടൂരിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? ഇല്ലില്ല, കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ 10 മണി കഴിഞ്ഞിട്ടേ എനിക്കും എന്തെങ്കിലും ഭക്ഷിക്കാൻ പറ്റുള്ളൂ. രാഹുൽ ഇപ്പോൾ അടൂരിൽ നിന്ന് പാലക്കാടാണ്. എങ്ങനെയുണ്ട് പാലക്കാടൻ ജീവിതമൊക്കെ? പാലക്കാട് വളരെ ഉഷാറാണ്, നന്നായി പോകുന്നു. വളരെ സ്നേഹസമ്പന്നരായ മനുഷ്യന്മാരുടെ നടുക്ക് കഴിയുന്നതിൻ്റെതായ എല്ലാ പോസിറ്റീവ് എനർജി എല്ലാ ദിവസവും എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, പാലക്കാട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പാലക്കാട്ടെ കാര്യം പറയുകയാണ്. വളരെ സ്നേഹമുള്ള ആളുകൾ, വളരെ നല്ല മനുഷ്യന്മാർ, അവർക്കിടയിൽ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി പോകുന്നു എന്നുള്ളതാണ് വിശേഷം. ഓക്കെ രാഹുൽ, എനിക്കിപ്പം രാഹുലിനെ മനസ്സിലാക്കിയെടുത്തോളം, അതായത് രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു വ്യത്യസ്തനാണ് രാഹുൽ എന്ന് ഞാൻ പറയും. കാരണം ഈ വളരെ ഇൻഫോർമലായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ എത്ര ദൂരം വേണമെങ്കിലും തിരകിപ്പോകുന്ന, എല്ലാ സിനിമകളും കാണുന്നത്, സിനിമ കാണൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് തന്നെ പരസ്യമായി പറയുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എവിടെയും ആര് ക്രിക്കറ്റ് കളിക്കാൻ വിളിച്ചാലും കൂടെ പോകുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ ഈ ഒരു വ്യത്യസ്തത മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? അല്ല, അത് ഈ രാഷ്ട്രീയക്കാരെ പറ്റി ചില ആളുകൾക്കെങ്കിലും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഒന്ന്, ഈ പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഏലിയൻസ് ഒന്നുമല്ല. അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ എത്രയോ പൊതുപ്രവർത്തകർ ഇപ്പം നന്നായി പാട്ട് പാടുന്ന ആളുകളുണ്ട്. ഇപ്പം നിയമസഭാ സാമാജികരെടുക്കുമ്പോൾ നിയമസഭയിലെ ബുക്ക് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമസഭാ സാമാജികന്മാരുടെ സ്റ്റാർ സിംഗർ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് MLA മാർ പാട്ട് പാടുന്ന നിയമസഭാ സാമാജികരുണ്ട്. അപ്പം സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, കായിക മേഖലയുമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ടേസ്റ്റുകൾ, പൊതുപ്രവർത്തനത്തിനപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം ടേസ്റ്റുകളുള്ള മനുഷ്യന്മാർ തന്നെയാണ് എല്ലാവരും. ഓരോരുത്തരുടെ ഇഷ്ടം വ്യത്യസ്തമാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ താങ്കൾ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. എല്ലാവർക്കും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. ഒന്ന് 24 മണിക്കൂർ എല്ലാ മനുഷ്യന്മാരെയും പോലെ നമുക്കും ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് സിനിമയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ പുതുതായിട്ടിപ്പം ഈ വിഷു റിലീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 3 പ്രധാനപ്പെട്ട സിനിമകളാണ് ഇറങ്ങിയത്. അതിനകത്ത് 2 ഇന്നലെയും മെനങ്ങാന്നുമായിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് സെക്കൻഡ് ഷോകളുള്ളപ്പോൾ നമുക്കങ്ങനെ സിനിമ കാണാനൊന്നും വലിയ പ്രയാസമൊന്നും ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നില്ല. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതിനൊന്ന് മാനേജ് ചെയ്താൽ മാത്രം മതി എല്ലാവർക്കും. ഓക്കെ രാഹുൽ, ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ ഇന്നലെ ഒരു വലിയ പ്രതിഷേധമൊക്കെ നടത്തിയാണ്. ഒരു പൊതുസ്ഥാപനത്തിന് RSS സ്ഥാപക നേതാവിൻ്റെ പേരിടാൻ നഗരസഭ തീരുമാനിക്കുന്നു. അതിൽ നിന്ന് അത് നടത്തില്ല എന്ന് UDF-ഉം അതുപോലെ CPM-ഉം ഒരുമിച്ച് നിലപാടെടുക്കുന്നു. സത്യത്തിൽ ഈ നഗരസഭയിൽ എന്താണ് രാഹുൽ സംഭവിക്കുന്നത്? എന്താണ് ഇനി നിങ്ങളുടെ ഒരു തുടർ നീക്കം? അല്ല, അതിനകത്ത് ഇപ്പം നമ്മുടെ ഒരു പൊതുവായ ഇടം, ഇപ്പം BJP-യുടെ കൈവശമുള്ള, BJP-യുടെ ഭൂസ്വത്തിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് RSS നേതാവിൻ്റെ പേരോ, അതല്ല എങ്കിൽ ഇപ്പോൾ അവരുടെ ആരുടെയെങ്കിലും വീട്ടിലെ വളർത്തുമൃഗങ്ങളുടെ പേരോ ഒക്കെ ഇടാം. അതിനകത്തൊന്നും നമുക്ക് ആർക്കും തർക്കമോ തടസ്സമോ പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇത് മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുവായ ഇടമാണ്. മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുവായ ഇടത്തിൽ ഒരു CSR ഫണ്ട് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് ഇപ്പോൾ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധമുള്ള ആളോ, അതല്ല എങ്കിൽ രാജ്യത്തിൻ്റെ ഭരണസാരഥ്യത്തിൽ ഇരുന്നിട്ടുള്ള ആളോ ഒന്നുമല്ല RSSൻ്റെ സ്ഥാപക നേതാവ്. എന്താണ് RSS? ഈ രാജ്യത്ത് വിദ്വേഷത്തിൻ്റെ, വിഭജനത്തിൻ്റെ, വിഭാഗീയതയുടെ വിത്തുപാകിയ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രമാണ് പിന്നീട് ഗാന്ധിയെ കൊലപ്പെടുത്തുന്നത്. ആ പ്രത്യയശാസ്ത്രമാണ് പിന്നീട് ഗുജറാത്തിൽ കലാപം അഴിച്ചുവിടുന്നത്. ആ പ്രത്യയശാസ്ത്രമാണ് നേരത്തെ സേതു സൂചിപ്പിച്ചല്ലോ, ഞാൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളാണെന്ന്. അതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഏതാണ്ട് 27 മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം പാകിയ വ്യക്തിയുടെ പേര് കൊടുക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തോട്, ഈ രാജ്യത്തിൻ്റെ സെക്യുലറിസത്തോട്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. മാത്രമല്ല, ഇപ്പോൾ
ഇത്തരത്തിലൊരു പേര് കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്നുണ്ട്. ഇത് രഹസ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം ഇത് പരസ്യപ്പെടുത്താൻ കൊള്ളരുതാത്തൊരു പേരാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. എന്തുകൊണ്ടാണ് രഹസ്യമായി ചെയ്യുന്നത്? ഗോപ്യമായതുകൊണ്ടല്ലേ. അത്തരത്തിൽ ഗോപ്യമായ ഒന്നാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ളൊരു പേര് കൊണ്ടുവന്നൊരു സ്ഥാപനത്തിടാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നലെ ഇപ്പോൾ ബി ജെ പിയുടെ ഒരു നേതാവ് പറയുന്നത് കേട്ടു, എന്നെ കാല് കുത്തിക്കില്ലെന്നോ പിന്നെ കാലുകുത്തി നടക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇന്നിപ്പോൾ ഈ നിമിഷവും ഞാൻ കാലുകുത്തി തന്നെയാണ് നടക്കുന്നത്. ആ കാലുകുത്തി നടക്കുന്നിടത്തോളം കാലം കാലുകുത്തി നടന്ന് തന്നെ RSSനെതിരായിട്ടും BJPക്കെതിരായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി ആ കാലം എടുത്തു കഴിഞ്ഞാൽ ഉടൽ കുത്തിയിട്ട് നമ്മൾ RSSനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ രാഹുൽ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തോട് വിമുഖത കാട്ടിയ ഒരാൾ അയാളുടെ പേരൊക്കെ ഒരു BJP ഓഫീസിലേക്ക് ഇടുന്നതിൻ്റെ ഔചിത്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു പൊതുസ്ഥാപനത്തിലേക്ക് അത് വരുമ്പോഴാണ് അത് വലിയ ചർച്ചയാകുന്നതും വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോകുന്നതും. അത് വളരെ ശരിയുമാണ്. ആ സമയത്തും രാഹുൽ ഈ BJPയുടെ നേതാക്കളൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി എന്ത് പ്രതിഷേധം വന്നാലും ഈ പേരിടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ഈ നിലപാടിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ BJPക്കുള്ളതായി രാഹുൽ മനസ്സിലാക്കുന്നുണ്ട്? അതായത് ഒരു ദേശീയ തലത്തിൽ ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മുതലെടുപ്പിനോ ഒക്കെ BJP ശ്രമിക്കുന്നതായി? അതല്ല, ഇത് തീർച്ചയായിട്ടും ഒരു വിഭാഗീയ രാഷ്ട്രീയമാണ്, വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങളുടേതെന്ന് അവർ വീണ്ടും വീണ്ടും പറയുകയാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഊർജ്ജം കളയാൻ പാടില്ല. ആ സമയം കൂടി ആഭ്യന്തര ശത്രുക്കളായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ ചെലവഴിക്കൂ എന്ന ആശയം ആവിർഭവിക്കുന്നത് ഈ പറയുന്ന പോലെ ഹെഡ്ഗേവാറിൻ്റെയും സവർക്കറിൻ്റെയും ഗോൾവർക്കറിൻ്റെയും ഒക്കെ ആശയങ്ങളിൽ നിന്നാണ്. അതിനകത്തൊരാളുടെ പേര് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ആ ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള മെസ്സേജാണ് BJP മുന്നോട്ട് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മളതിന് നിയമപരമായി പോകും. ഒന്ന്, മുനിസിപ്പൽ കൗൺസിലർമാർ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിൽ മീറ്റിങ്ങിൽ കൊണ്ടുവരാതെ അജണ്ടയിലില്ലാതെ നടപ്പാക്കുന്ന ഒരു കാര്യം എന്ന നിലയിൽ അവരുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്യും. അതേ സമയത്ത് തന്നെ ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇടപെടാൻ കഴിയും. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രി അദ്ദേഹം പാലക്കാട് ജില്ലക്കാരൻ കൂടിയാണ്, ശ്രീ MP രാജേഷ്. അദ്ദേഹത്തിന് ഇന്നലെ തന്നെ ഞാൻ പരാതി അയച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. കോൺഗ്രസും UDF പാർലമെൻ്ററി പാർട്ടിയുമൊക്കെ പരാതികൾ ഇതേപോലെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ നോക്കും. ഇനി ഇതൊന്നും കഴിയുന്നില്ല എങ്കിൽ നമ്മൾ നിയമപരമായി കോടതിയിലൂടെ പോകും. അതോടൊപ്പം തന്നെ ഈ കമ്പനി CSR ഫണ്ട് ഉപയോഗിച്ച ഓഷ്യാനസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയോട് നമ്മൾ ചോദിക്കും, നിങ്ങൾ ഇത്തരത്തിൽ വിഭാഗീയതയുടെ രാഷ്ട്രീയ മുന്നോട്ട് വയ്ക്കുന്ന ഒരാളുടെ പേര് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണോ ഈ ഫണ്ട് ചെലവഴിക്കുന്നതെന്ന് നമ്മൾ അവരോട് ചോദിക്കും. ശരി രാഹുൽ, നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കൂടെ കിടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് രാഹുൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ആശാസമരം നടക്കുന്നുണ്ട്. ആശാസമരത്തിൽ UDF പിന്തുണ അറിയിച്ചു, കോൺഗ്രസ് പാർട്ടി പിന്തുണ അറിയിച്ചിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസും അവിടെ അവർക്കൊപ്പം പിന്തുണയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ നേരത്തെ PSC ഉദ്യോഗാർത്ഥികളുടെ വലിയൊരു സമരം നടന്നതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് ഷാഫി പറമ്പിലായിരുന്നു അധ്യക്ഷൻ. അന്നും അവർക്കൊപ്പം നിന്ന പാർട്ടിയാണ് യൂത്ത് കോൺഗ്രസ് UDF ഒക്കെ. പക്ഷേ അപ്പോഴും രാഹുൽ, ഒരു സംശയം, ഈ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായി മാത്രം മാറിപ്പോകുന്നുണ്ടോ യൂത്ത് കോൺഗ്രസ്? അല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പ്രതിപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അവരെ പിന്തുണയ്ക്കുവാനേ കഴിയുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഭരണപരമായി ഇടപെടാൻ കഴിയുന്ന ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയല്ല. അപ്പോൾ ആ പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയിൽ ഈ വിഷയങ്ങളിലൊക്കെ എടുക്കേണ്ടുന്ന സമീപനങ്ങൾക്കകത്ത് ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തിൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു, അവർക്ക് പിന്തുണയുമായി ആദ്യം കടന്നു വരുന്ന സംഘടന യൂത്ത് കോൺഗ്രസ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എത്ര സഹപ്രവർത്തകർക്കാണ് ക്രൂരമായ മർദ്ദനം പോലും ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ആ വിഷയത്തിനകത്ത് ഇപ്പോൾ PSCയുടെ സമരമാകട്ടെ, ഇപ്പം സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിനകത്ത് അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുമ്പോൾ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിരാഹാരം ഇരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ഇത്തരത്തിൽ പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ പിന്നെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ സമരം നടക്കുകയാണ്. ആ സമരവുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തിപരമായൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമരത്തിൻ്റെ ആളുകൾ അവർ എന്നെ നിയമസഭയിൽ എല്ലാവരെയും കാണാൻ വരുന്ന കൂട്ടത്തിൽ അവർ എന്നെയും കണ്ടിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഇടപെടലാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഞങ്ങൾക്ക് ഗവൺമെൻറ് ജോലി തരും, അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രതിപക്ഷ ഇടപെടൽ വേണമെന്ന് നിർബന്ധമുള്ളൊരു വിഷയമല്ല. മാത്രമല്ല, പ്രതിപക്ഷം ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരിൻ്റെ ജോലി തരാനുള്ളൊരു സാധ്യത ബാധിക്കുമെന്ന തരത്തിൽ സംസാരിക്കുകയും സർക്കാരിനെ വിശ്വസിക്കുകയും ചെയ്തൊരു വിഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കയ്യിൽ കർപ്പൂരം
കയ്യിൽ കത്തിച്ചു വെച്ചിട്ട് സമരം ചെയ്യുന്ന അടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് പോലും രാഹുൽ, വഞ്ചിക്കുന്ന അതൊക്കെ ഒരു സമീപനം ശരിയാണ്. പക്ഷെ ഉണ്ടാകുമ്പോൾ അപ്പോഴും ഈ ആചാര അവരുടെയൊക്കെ സമരവുമായി ബന്ധപ്പെട്ട് കവചമായി. വരുമ്പോഴേ ഈ ആർ ചന്ദ്രശേഖരന്റെ നിലപാട്, അദ്ദേഹം ഒരു വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിനുള്ളിൽ ഒരു ഇഷ്യൂ ആവുന്നുണ്ടോ? അതൊരു പ്രശ്നമാകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് INTUC ആ സമരത്തിന് പിന്തുണ അർപ്പിച്ചിരുന്നല്ലോ. INTUC ആ സമരത്തിന് ഉറപ്പായിട്ട് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം INTUC ഒരു തൊഴിലാളി സംഘടനയാണ്. ഇപ്പോൾ അവിടെ ആശാ വർക്കർമാരുടെ സമരം നടത്തുന്നത് മറ്റൊരു തൊഴിലാളി സംഘടനയാണ്. അപ്പം മറ്റൊരു തൊഴിലാളി സംഘടന നടത്തുമ്പോൾ ആ സംഘടനയുടെ സമരത്തോടൊപ്പം പോയിരുന്ന സമരം ചെയ്യേണ്ടുന്ന ആവശ്യം വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ INTUCയുടെ മാതൃപ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെ എല്ലാവിധമായ പൊളിറ്റിക്കൽ സംരക്ഷണവും പിന്തുണയും ഐക്യദാർഢ്യവും ആശാ സമരത്തിനകത്തുണ്ട്. അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. മാത്രമല്ല, ഇനി ആശാ വർക്കർമാരുടെ വ്യത്യസ്തമായ സമരങ്ങൾ INTUC സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ സമരം നടക്കുന്നത് ഒരു യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള സമരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും INTUC പോയി പ്രത്യക്ഷമായി ആ സമരത്തിൻ്റെ ഭാഗമാകണമെന്ന് നിർബന്ധം ഇല്ല. തൊട്ടപ്പുറത്ത് തന്നെ INTUCയുടെ അംഗനവാടി ജീവനക്കാരുടെ സമരമുണ്ട്. ആശാ വർക്കർമാരുടെ സമരം ഇതിനു മുമ്പ് ആദ്യം സംഘടിപ്പിച്ചത് INTUC ആയിരുന്നു. ഇപ്പോൾ ഈ നടക്കുന്ന സമരത്തിന് പോലും INTUCയുടെ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് പിന്തുണയ്ക്കോ പിന്നെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പോഷക സംഘടന പിന്തുണച്ചോ ഇല്ലയോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തി ഉയരുന്നില്ല. അപ്പോൾ കോൺഗ്രസ് പിന്തുണച്ച് രാഹുൽ, ഒരൊറ്റ കാര്യം കൂടി, ഇനിയിപ്പോ KPCC DCC ഒക്കെ പുനഃസംഘടനയിലേക്കൊക്കെ പോവുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്തൊക്കെയാണ്? അത്തരത്തിലൊരു പുനഃസംഘടനാ ചർച്ചയും മാധ്യമങ്ങളിലൂടെ അല്ലാതെ യാഥാർത്ഥ്യത്തിൽ നടക്കുന്നില്ല. ഇപ്പം ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ AICC സമ്മേളനം നടക്കുന്ന ഉൾപ്പെടെ 9 തവണയാണ് അദ്ദേഹത്തെ മാറ്റാൻ പോവുകയാണ് എന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിങ്ങൾ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നുണ്ട്, പിന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ ഈ രാജ്യത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വവും ഒരുപോലെ പറയുന്നുണ്ട് അത്തരത്തിലൊരു ചർച്ചയുമില്ല എന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, KPCCക്ക് ഒരു കമ്മിറ്റി ഉണ്ട്, DCCക്ക് കമ്മിറ്റി ഉണ്ട്, DCCയുടെ പ്രസിഡന്റുമാരുണ്ട്. വളരെ സജീവമായും സക്രിയമായും തന്നെ അവർ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അതൊന്നും മാറ്റുന്നതിനെ പറ്റി തൽക്കാലം അജണ്ടയിൽ ഉള്ള കാര്യങ്ങളല്ല. അത് മാറ്റേണ്ട ഒരു സമയം വരുമ്പോൾ പാർട്ടി അതിൻ്റെ ഒരു പ്രക്രിയയുമായിട്ട് സ്വാഭാവികമായിട്ട് മാറ്റും. ശരി രാഹുൽ, ഒത്തിരി സന്തോഷം ഈ സമയത്ത് നമുക്കൊപ്പം ചേർന്നതിനും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ അഡ്വാൻസ് വിഷു വിഷസ്. താങ്ക് യു. അപ്പോൾ വിഷുദിനാശംസകൾ. ഓക്കെ രാഹുൽ, ഓക്കെ, ബൈ.